പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ഈ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഓർമ്മ വന്ന ഒരു തമാശ. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മൾ ഈ ആണുങ്ങൾ ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തുറന്നു പറയും. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂല്ല. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. എന്താ മച്ചമ്പി ഇത് എന്നോടാണ് ചോദിക്കുന്നത്? ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പിഷാരടി കുട്ടി, ഷാരടി ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ. ഷാരടി കുട്ടിയുടെ അടുത്ത് എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ ഷാരടിക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. എന്താ ഇത്? 2 വർഷം ഞാൻ ഷാരടിയുടെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. ബാക്കി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ വരുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ മുഖത്ത് മാത്രം നോക്കില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം എൻ്റെ അടുത്ത് മാത്രം സംസാരിക്കുന്ന പോലും ഇല്ല തിരിഞ്ഞ്. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ. അങ്ങനെ 2 വർഷം കോളേജിൻ്റെ കാലാവധി കഴിഞ്ഞ് കലോത്സവം നടക്കുന്ന വേദിയിൽ ആ ഷാരടിക്കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട്. ഭരതനാട്യത്തിൽ വലിയ ഡാൻസറാണ് ഷാരടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് NCCയുടെ കുട്ടികളാണ് സാധാരണ കർട്ടൻ വലിക്കാനായിട്ട് ഇവിടെ ഇരിക്കാറ്. അപ്പോൾ അവരിൽ ഒരാളോട് ചോദിച്ചു, ഇന്ന് കർട്ടൻ ഞാൻ വലിച്ചോട്ടെ? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. കാരണം അവിടെയെങ്കിലും നേരിട്ടൊന്ന് ഷാരടിയായിട്ടൊരു കണക്ഷൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ കർട്ടൻ വലിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഷാരടി ഡാൻസ് തുടങ്ങി. ആ ഡാൻസ് കഴിയുന്നത് വരെ ഒന്ന് തിരിഞ്ഞെൻ്റെ മുഖത്ത് പോലും ആ കുട്ടി നോക്കിയില്ല. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. അതിലുള്ള ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ ആ കർട്ടൻ ജീവിതകാലത്ത് ഒരു മനുഷ്യനെ കൊണ്ട് അഴിക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ അവിടെ ഇരുന്നൊരു കെട്ടിട്ടു. ഷാരടി ഡാൻസ് കഴിഞ്ഞു. അപ്പോൾ ഡാൻസ് കഴിഞ്ഞ ഭരതനാട്യത്തിൻ്റെ ഇങ്ങനൊരു പോസിലാണ് ഷാരടി നിന്നത്, ഒറ്റക്കാലിൽ. കർട്ടനിടുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കർട്ടനിടാൻ വേണ്ടി ഷാരടി ഇങ്ങനെ നിൽക്കുക. എവിടെ കർട്ടനിടാൻ? 15 മിനിറ്റ് കൂടെ, അരമണിക്കൂറോ വിചാരിച്ചാൽ കർട്ടനിടാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഈ വിവരം കെട്ട പെണ്ണ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ചാടി 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 അവസാനം വരെ പോയി ഈ ഒറ്റക്കാലിൽ. അങ്ങനെ കോളേജിൽ അടുത്ത ദിവസം ഈ കുട്ടിയെ വരുന്നവർ മുഴുവൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്ന് കളിയാക്കി കൂവാൻ തുടങ്ങി. അങ്ങനെ കോളേജ് വിട്ട് പഠിത്തം പരീക്ഷയ്ക്ക് മുമ്പ് അവസാനിപ്പിച്ചവർ പോവുകയും ചെയ്തു. അങ്ങനെ സിനിമയിലെത്തിയ ശേഷം ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ 10,000-കണക്കിന് ജനങ്ങൾ കൂടുന്ന ഒരു വലിയ ചടങ്ങിലേക്ക്, ഓണാഘോഷ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു വരുത്തി. ഞാനൊരു വലിയ സംഭവം അല്ലേ? അവിടെ ചെന്നപ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ എന്നെ വളരെ ഇതായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഭക്ഷണം വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കഴിച്ചിട്ടേ പോകാം. ഞാൻ പറഞ്ഞു, പിന്നെന്താ ആവാല്ലോ. എന്നിട്ട് ചെന്നപ്പോൾ ഭക്ഷണം വിളമ്പാനായിരിക്കുന്നു സാക്ഷാൽ ഷാരടി. ഇയാളുടെ ഭാര്യ. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇനി വിഷം കലക്കിത്തന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. അങ്ങനെ അപ്പോൾ സംഘാടകൻ തന്നെ പറഞ്ഞു, എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് പഴയ കഥകളൊക്കെ എന്ന് പറഞ്ഞ് ചിരിച്ച് അന്ന് ഒരുപാട് ചിരിക്കുകയുണ്ടായി. എൻ്റെ അബദ്ധത്തിന് ഈ കഥ ഞാൻ പറയുകയും 25 വർഷങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഷാരടിയുടെ പുറകെ നടന്നല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. ഈ ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കണ്ണൻ എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഇത് സത്യമാണോ അമ്മന്ന്. ഞാൻ പറഞ്ഞു, ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്. ഇപ്പൊ എന്തായാലും നല്ലൊരു കഥ നിങ്ങൾ കേട്ടു, എൻജോയ് ചെയ്തു. ചോദിച്ചു മേടിച്ചതാ സാറേ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.